അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് സെപ്റ്റംബർ 8 ഞായറാഴ്ച. ആരവം മുഴക്കുന്ന ജനക്കൂട്ടത്തിനിടയിൽ നിന്നുകൊണ്ട് തൊട്ടടുത്തുള്ള ആളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനും അയാളെ കേൾക്കാനുമുള്ള ശക്തി താൻ കണ്ടെത്തിയെന്ന് ഭാരത് ജോഡോ യാത്രയുടെ 2ാം വാർഷിക ദിനത്തിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ആ 145 ദിവസങ്ങളിലും അതിനുശേഷമുള്ള 2 വർഷങ്ങളിലും താൻ വൈവിധ്യമാർന്ന പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഇന്ത്യക്കാരെ കേട്ടുവെന്നും ഓരോ ശബ്ദവും വിവേകം നിറഞ്ഞതായിരുന്നുവെന്നും രാഹുൽ പറഞ്ഞു. ഓരോ ശബ്ദവും തന്നെ പുതിയ എന്തെങ്കിലും പഠിപ്പിച്ചുവെന്നും ഓരോ ശബ്ദവും നമ്മുടെ പ്രിയപ്പെട്ട ഭാരതമാതാവിനെ പ്രതിനിധീകരിക്കുന്നതായിരുന്നുവെന്നും രാഹുൽ വ്യക്തമാക്കി. ADGP MR അജിത് കുമാർ 2 RSS നേതാക്കളെ കണ്ടു എന്ന റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ പ്രതിപക്ഷം ശക്തമായ വിമർശനം ഉയർത്തുന്ന പശ്ചാത്തലത്തിൽ ക്ലിഫ് ഹൌസിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും DGPയും തമ്മിൽ നിർണായക കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിയും ജോൺ ബ്രിട്ടാസ് MPയും പങ്കെടുത്തു. ക്രൈംബ്രാഞ്ച് ചുമതലയുള്ള ADGP H വെങ്കടേഷിനെയും ക്ലിഫ് ഹൌസിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. ADGP MR അജിത് കുമാർ RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാലയുമായി കൂടിക്കാഴ്ച നടത്തിയത് CPMനെ ബാധിക്കില്ലെന്നും വിവാദങ്ങളെല്ലാം പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ്. പാർട്ടി സമ്മേളനങ്ങൾ അലങ്കോലമാക്കലാണ് ഇതിന്റെ മറ്റൊരു ലക്ഷ്യമെന്നും റിയാസ് പറഞ്ഞു. ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ RSS ജനറൽ സെക്രട്ടറിയെ കണ്ടത് CPMനെ ബാധിക്കില്ലെന്നും റിയാസ് കൂട്ടിച്ചേർത്തു. മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പ്രത്യേക ദൌത്യമായതിനാലാണ് ADGP MR അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാതിരുന്നതെന്നും അജിത് കുമാറിനെ കാത്തിരിക്കുന്നത് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി M ശിവശങ്കറിന്റെ ഗതിയാണെന്നും KPCC പ്രസിഡന്റ് K സുധാകരൻ MP. RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയ ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിയുടെയും CPMന്റെയും ഏജന്റാണെന്നും സുധാകരൻ അഭിപ്രായപ്പെട്ടു. മുഖ്യമന്ത്രിയുടെയും CPM കേരള ഘടകത്തിന്റെയും പരസ്യമായ RSS ബാന്ധവത്തെ തിരുത്താനും ശക്തമായ നിലപാട് സ്വീകരിക്കാനുമുള്ള ആർജവം CPM നേതൃത്വം കാട്ടണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു. ADGP MR അജിത് കുമാറിന്റെ RSS നേതാവുമായുള്ള കൂടിക്കാഴ്ച വ്യക്തിപരമെന്ന് മന്ത്രി സജി ചെറിയാൻ. അതേസമയം PV അൻവർ ആരോപണം ഉന്നയിച്ച രീതി ശരിയായില്ലെന്നും എന്നാൽ അൻവർ ഉന്നയിച്ച വിഷയം സർക്കാർ ഗൗരവമായി കാണുന്നുവെന്നും സജി ചെറിയാൻ പറഞ്ഞു. CPMനെ സംബന്ധിച്ചിടത്തോളം ADGP എന്നല്ല, കേരളത്തിലെ മാനവും മര്യാദയുമുള്ള ഒരാൾ പോലും RSSുമായി ചങ്ങാത്തം പാടില്ലെന്ന അഭിപ്രായമാണ് CPMനെന്ന് മുൻ മന്ത്രി തോമസ് ഐസക്. എന്നാൽ വ്യക്തികൾ ഒരു നേതാവിനെ സന്ദർശിക്കുന്നത് പാർട്ടിക്ക് നിയന്ത്രിക്കാനാകില്ലെന്നും അൻവറിന്റെ ആരോപണം CPMനെ പ്രതിരോധത്തിലാക്കിയിട്ടില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തു. 10 മണിക്കൂറോളമാണ് പ്രത്യേക അന്വേഷണ സംഘം PV അൻവറിന്റെ മൊഴിയെടുത്തത്. കിട്ടിയ തെളിവുകൾ കൈമാറിയെന്നും മൊഴിയെടുത്ത ഉദ്യോഗസ്ഥനിൽ വിശ്വാസമുണ്ടെന്നും PV അൻവർ മൊഴിയെടുപ്പിന് ശേഷം പ്രതികരിച്ചു. തൃശൂർ റേഞ്ച് DIG തോംസൺ ജോസ് ആണ് മൊഴിയെടുത്തത്. പോലീസിനെതിരെ പരാതി പറയാനായി നൽകിയ വാട്സ്ആപ്പ് നമ്പറിൽ ലഭിക്കുന്നത് വലിയ പ്രതികരണമാണെന്നും PV അൻവർ പറഞ്ഞു. അനുമതി വാങ്ങാതെ 73 മരങ്ങൾ വെട്ടിയ തലപ്പുഴ മരംമുറിയിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് DFO. ചീഫ് കൺസർവേറ്റർ ഓഫീസർക്ക് നൽകിയ റിപ്പോർട്ടിലാണ് 3 വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്തിരിക്കുന്നത്. കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മാമി എന്നറിയപ്പെടുന്ന മുഹമ്മദ് അട്ടൂരിനെ കാണാതായ സംഭവം അന്വേഷിക്കുന്നതിന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി. ക്രൈംബ്രാഞ്ച് കോഴിക്കോട് റേഞ്ച് IG P പ്രകാശിന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. തിരുവനന്തപുരം വിമാനത്താവളത്തിലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ഏജൻസിയിലെ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കിൽ. എയർ ഇന്ത്യ സാറ്റ്സിലെ കരാർ തൊഴിലാളികളാണ് ഇന്നലെ രാത്രി മുതൽ പണിമുടക്കുന്നത്. ശമ്പള പരിഷ്കാരവും ബോണസും ആവശ്യപ്പെട്ടാണ് സമരം. സമരം വിമാനത്താവളത്തിലെ പ്രവർത്തനത്തെ താറുമാറാക്കിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. രാത്രി തുടങ്ങിയ പ്രതിഷേധം തിരുവനന്തപുരം വിമാനത്താവളത്തിലെ സർവീസുകളെയും യാത്രക്കാരെയും ബാധിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട്. Boli boli, rango mongalangane nane, rango mongalangane nane, rango mongalangane nane 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 nane, rango mongalangane nane.
ഓണം 100-ാം ഓണം സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. സിനിമാ വ്യവസായത്തെ വെള്ളിത്തിരക്കുള്ളിലും പുറത്തും മികവുറ്റതാക്കാൻ സഹായിക്കുന്ന പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുവാൻ നിർദ്ദേശങ്ങളുമായി സിനിമയിലെ വനിതാ സംഘടനയായ WCC. ഹേമ കമ്മിറ്റി നിർദ്ദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാവർക്കും തുല്യവും സുരക്ഷിതവുമായ ഒരു തൊഴിലിടം എന്ന നിലയിൽ മലയാള ചലച്ചിത്ര വ്യവസായത്തെ പുനർനിർമ്മിക്കുന്നതിന് പുതിയ നിർദ്ദേശങ്ങൾ പരമ്പരയായി മുന്നോട്ട് വയ്ക്കുകയാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിൽ ഇവർ പറയുന്നത്. ലൈംഗിക അതിക്രമ കേസിൽ മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ പ്രത്യേക അന്വേഷണ സംഘം അപ്പീലിനൊരുങ്ങുന്നു. വിഷയത്തിൽ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാമെന്ന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശം പ്രത്യേക അന്വേഷണ സംഘത്തിന് ലഭിച്ചു. മുകേഷിന് ജാമ്യം അനുവദിച്ചത് കേസിന്റെ തുടരന്വേഷണത്തെയും വിചാരണയെയും ബാധിക്കുമെന്നാണ് അപ്പീലിൽ ചൂണ്ടിക്കാട്ടുക. ദുബായിൽ വെച്ച് നിവിൻ പോളിയും സംഘവും തന്നെ ബലാത്സംഗം ചെയ്തുവെന്ന് പരാതി നൽകിയ യുവതിയെയും ഭർത്താവിനെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു. ആലുവ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്കാണ് യുവതിയെയും ഭർത്താവിനെയും അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയത്. പീഡനം നടന്ന തീയതി പറഞ്ഞത് ഉറക്കപ്പിച്ചില്ലെന്ന് നിവിൻ പോളിക്കെതിരെ ബലാത്സംഗ പരാതി നൽകിയ യുവതി മൊഴി നൽകി. ദുബായിൽ വെച്ച് തന്നെ പീഡിപ്പിച്ചുവെന്ന് പരാതിയിൽ പറയുന്ന ദിവസം നിവിൻ കേരളത്തിലുണ്ടായിരുന്നുവെന്ന വാദത്തെപ്പറ്റി പോലീസ് അന്വേഷിക്കട്ടെ എന്ന് യുവതി പറഞ്ഞു. സിനിമ നയരൂപീകരണത്തിനായി സർക്കാർ നടത്തുന്ന സിനിമാ കോൺക്ലേവ് എന്തിനാണെന്നും വെറുതെ പൊതുജനത്തിന്റെ പണവും സമയവും കളയരുതെന്നും നടി രഞ്ജിനി. ഹേമ കമ്മിറ്റി ശുപാർശകൾ ഉള്ളപ്പോൾ എന്തിനാണ് കോൺക്ലേവ് നടത്തുന്നതെന്നാണ് രഞ്ജിനിയുടെ വിമർശനം. കൊച്ചിയിൽ നിന്നും ഹൈദരാബാദ് വിമാനത്താവളത്തിലെത്തിയ നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് മദ്യപിച്ച് ബഹളമുണ്ടാക്കി എന്നാരോപിച്ച് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടു. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ നടന്ന വാക്കുതർക്കത്തെ തുടർന്നാണ് വിനായകനെ കസ്റ്റഡിയിലെടുത്തത്. വിനായകൻ മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് അറിയിച്ചു. വിമാനത്താവളത്തിൽ നിന്ന് CISF പിടികൂടി പോലീസിനെ കൈമാറുകയായിരുന്നു. മദ്യപിച്ച് ബഹളമുണ്ടാക്കൽ, പൊതുസ്ഥലത്ത് മോശം പെരുമാറ്റം എന്നീ വകുപ്പുകൾ പ്രകാരം വിനായകനെതിരെ കേസെടുത്ത പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. KSRTC ബസ് ഇടിച്ച് തകർന്നു വീണ തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ശക്തൻ തമ്പുരാന്റെ പ്രതിമ 2 മാസം കൊണ്ട് പുനർനിർമ്മിക്കുമെന്ന സർക്കാർ ഉറപ്പ് പാലിക്കാത്തതിൽ പ്രതിഷേധവുമായി സുരേഷ് ഗോപി. പ്രതിമ 14 ദിവസത്തിനകം സ്ഥാപിച്ചില്ലെങ്കിൽ ശക്തന്റെ വെങ്കല പ്രതിമ താൻ പണിതു നൽകുമെന്ന് സ്ഥലം സന്ദർശിച്ച സുരേഷ് ഗോപി പറഞ്ഞു. അതേസമയം പ്രതിമയുടെ പണികൾ ഉടനെ തീർത്ത് പുനഃസ്ഥാപിക്കും എന്ന് തന്നെയാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി ഇതുവരെ 23 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റുതീർന്നെന്ന് റിപ്പോർട്ടുകൾ. 500 രൂപ വിലയുള്ള ടിക്കറ്റിൽ 25 കോടി രൂപയുടെ ഒന്നാം സമ്മാനവും 1 കോടി രൂപ വീതം 20 പേർക്ക് രണ്ടാം സമ്മാനവും അടക്കം ആകർഷകമായ സമ്മാനങ്ങളാണ് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത്. വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ന്യൂനമർദ്ദം വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മധ്യ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറിയതിനാൽ കേരളത്തിൽ അടുത്ത 7 ദിവസം മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. ഇതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഇന്ന് എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. എടോ എങ്ങനെയുണ്ട്? ഓണത്തിന് ഇതാണോ എടുക്കുന്നേ? ഓണക്കോടി വരും. അതെ, 10ൽ ഒരാൾക്ക് ഈ സീരീസിൽ ഓണക്കോടി സമ്മാനം. മെഗാ സമ്മാനമാണെങ്കിലും പുതുപുത്തൻ ബെൻസ് കാർ, രണ്ടാം സമ്മാനം ഇന്നോവ ക്രിസ്റ്റ, അതും 17 ഇത്തവണ സമ്മാനങ്ങളുടെ നക്ഷത്ര തിലക്കവുമായി KSFE ഗാലക്സി ചിട്ടികൾ. സാമ്പത്തിക പ്രതിസന്ധിയിലായ എഡ്യൂടെക് കമ്പനിയായ ബൈജൂസിന് കനത്ത പ്രഹരമായി 848 കോടി രൂപ നികുതി ഇനത്തിൽ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര കർണാടക നികുതി വകുപ്പുകൾ. ബൈജൂസിന് കേന്ദ്ര സർക്കാരിന്റെ നികുതി വകുപ്പ് 157 കോടി രൂപ കുടിശ്ശിക ആവശ്യപ്പെട്ടാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി ബോർഡ് ഓഫ് ഇന്ത്യ വെബ്സൈറ്റിലെ രേഖകൾ പ്രകാരം ബൈജൂസ് ആസ്ഥാനം സ്ഥിതി ചെയ്യുന്ന കർണാടക സംസ്ഥാനത്തിന്റെ നികുതി വകുപ്പ് കമ്പനിയോട് 691 കോടി രൂപയുടെ കുടിശ്ശിക അടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോയമ്പത്തൂരിലെ സർക്കാർ സ്കൂളിലെ സൗജന്യ മെഡിക്കൽ ക്യാമ്പിൽ ലൈംഗിക അതിക്രമം നടത്തിയ ഡോക്ടർ അറസ്റ്റിൽ. 12 പെൺകുട്ടികളുടെ പരാതിയിലാണ് 28-കാരനായ ഡോക്ടറെ അറസ്റ്റ് ചെയ്തത്. ഉത്തർപ്രദേശിൽ 3 നില കെട്ടിടം തകർന്നു വീണ് 4 പേർക്ക് ദാരുണാന്ത്യം. 28 പേരെ രക്ഷപ്പെടുത്തി. ലക്നൌവിലെ ട്രാൻസ്പോർട്ട് നഗറിൽ ഇന്നലെ വൈകുന്നേരമായിരുന്നു സംഭവം. സിവിൽ സർവീസ് പരീക്ഷയുടെ നിയമങ്ങൾ ലംഘിച്ച പ്രൊബേഷനിലുള്ള IAS ഉദ്യോഗസ്ഥ പൂജ ഖേഡ്കറിനെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ സർവീസിൽ നിന്ന് പുറത്താക്കി കേന്ദ്രം. പ്രവേശനം നേടാൻ പൂജ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, OBC സർട്ടിഫിക്കറ്റ് എന്നിവ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെയാണ് നടപടി. നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ വന്നാൽ ഭീകരത തിരിച്ചുവരുമെന്നും BJP അധികാരത്തിൽ വന്നാൽ ഭീകരതയെ തലയുയർത്താൻ അനുവദിക്കില്ലെന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ.
ജമ്മു കാശ്മീരിനെ അസ്ഥിരപ്പെടുത്താനാണ് സഖ്യം ശ്രമിക്കുന്നതെന്നും സ്വയംഭരണം പുനഃസ്ഥാപിക്കുമെന്ന് വാഗ്ദാനം നൽകി ജനങ്ങളെ കബളിപ്പിക്കുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ വിനേഷ് ഫോഗട്ട് തട്ടിപ്പ് കാണിച്ചുവെന്നും അതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് മെഡൽ നഷ്ടം എന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ വിവാദ പരാമർശത്തിനെതിരെ ഗുസ്തി താരം ബജ്രംഗ് പുനിയ. ബ്രിജ്ഭൂഷണിന് രാജ്യത്തോടുള്ള മനോഭാവമാണ് വിനേഷിനെതിരായ പ്രസ്താവനയിലൂടെ വ്യക്തമായതെന്നും അത് വിനേഷിന്റെ മെഡൽ ആയിരുന്നില്ല, 140 കോടി ഇന്ത്യക്കാരുടെ മെഡൽ ആയിരുന്നുവെന്നും ബജ്രംഗ് പുനിയ പറഞ്ഞു. വിനേഷിന്റെ അയോഗ്യത ആഘോഷിച്ചവർ ദേശഭക്തരാണോ എന്നും ബജ്രംഗ് പുനിയ ചോദിച്ചു. രാജ്യത്തിനു വേണ്ടി ചെറുപ്പം മുതൽ പോരാടുന്നവരാണ് ഞങ്ങൾ. എന്നിട്ട് അവർ ഞങ്ങളെ ദേശസ്നേഹം പഠിപ്പിക്കാൻ മുതിർന്നു. അവർ രാജ്യത്തിനു വേണ്ടി പോരാടുന്ന പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുകയാണെന്നും ബജ്രംഗ് പുനിയ ആരോപിച്ചു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.